മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി നമ്മുടെ മേഘനാഥൻ ഭയങ്കരമായിട്ട് പ്ലാൻ ഇടുകയാണ് ചെയ്യുന്നതന്നെ. അങ്ങനെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല, അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കൃത്യമായ ഒരു കാരണങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോഴേക്കും സ്വന്തം കൂട്ടുകാരൻ്റെ കാല് പോലും തല്ലി ഒടിക്കുകയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ. അങ്ങനെ മേഘനാഥൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് കൂട്ടുകാരൻ സഹിക്കാൻ വയ്യാതെ കാല് പൊട്ടി അവിടെ വീഴാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണാറും കിട്ടാറൊക്കെ ഉള്ളതല്ലേ, നീ അതങ്ങ് ക്ഷമിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ തീർക്കണം. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീ അവനെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ടാക്ക്, അപ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും അവിടെ എത്തിക്കാണും, ബാക്കിയെല്ലാം ഞാൻ വിളിച്ച് നിന്നെ പറഞ്ഞു തരാം എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അപ്പോഴേക്കും തോമസ് വൈദ്യൻ പറയുന്നുണ്ട് എന്താടോ താൻ ഇത്രയും വൈകിയത്, തന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്നേ വരണമെന്ന്, തൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ തന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ നമ്മുടെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര രസകരമായ ഒരു സംസാര രീതിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. തോമസ് വൈദ്യൻ നമ്മുടെ കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കണ്ണ, താൻ ഇപ്പോഴും തൻ്റെ രണ്ടാം അമ്മയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലേ, എന്തിനാണ് ബാക്കിയുള്ളവർ വല്ലതും ആയിരുന്നെങ്കിൽ അവർ പണ്ടേ ആ വീട് വിട്ട് പടി ഇറക്കിയേനെ, തന്നെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും തൻ്റെ ഭാര്യ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ തോമസ് വൈദ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് അത് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാലും ഇവിടുന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമോ മഹാലക്ഷ്മി എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊന്നും പറയാതെ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ശരിയാവും, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ മറ്റൊരു പ്രൊമോയിട്ട് വരും. അപ്പോൾ ബൈ.